ആ വെപ്രാളത്തിൽ മറന്നുപോയെങ്കിൽ പിള്ളേർ കാണും ലൈറ്റ് ഓഫ് ചെയ്യേ എന്ന്. ഈ ലൈറ്റ് ഓഫ് ചെയ്യലാണ് നമ്മുടെ ഇരുട്ടിലാണ് നമ്മുടെ എല്ലാ അതെ രതിസങ്കല്പങ്ങളും പൂർത്തിയാകുന്നത്. രതിസങ്കല്പമായിക്കോട്ടെ, നമ്മുടെ സ്വകാര്യത എല്ലാം ഇരുട്ടിലാണ് എന്നാണ്, നമ്മൾ ഇരുട്ടത്ത് വേണം. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പോൾ അതിനെ ഒന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരാൻ ഒരു പെർഫോമർ, ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഏതെങ്കിലുമൊക്കെ അവസരം കിട്ടിയാൽ അതൊക്കെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആഗ്രഹം എനിക്കുണ്ട്. കുറേ കാര്യങ്ങളിൽ നമ്മൾ വളരെ ഫേക്കാണ്, നമ്മൾ വളരെ പ്രിട്ടൻഷ്യസ് ആണ്, നമ്മളെല്ലാവരും ആണ്. നമ്മളുടെ ഉള്ളിലുള്ള വിചാരങ്ങളൊന്നും അല്ല നമ്മൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. എല്ലാം പറയണമെന്നല്ല അവിടെ ഞാൻ പറയുന്നത്. ചില ഇടങ്ങളിൽ നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു ഭാരക്കുറവും ഒക്കെ നമുക്കുണ്ട്. പല പല പ്രശ്നങ്ങളും അതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കുറേ ഇടത്തെങ്കിലും നമ്മളൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിരുന്നാൽ. എല്ലായിടത്തും എന്നല്ല ഞാൻ പറയുന്നത്, കൃത്രിമങ്ങളുടെ ലോകത്ത് കൃത്രിമങ്ങൾ വേണം. അപ്പോൾ അതിന് ഇപ്പോൾ ഈ സിനിമയിൽ നമ്മൾ പറയുന്നതും അങ്ങനെ പെട്ടെന്നൊരാളും ആലോചിക്കാത്ത സ്പാ എന്ന സമ്പ്രദായത്തെ പറ്റി പോലും നമുക്കറിയില്ല. സ്പാ എന്ന് കേൾക്കുമ്പോഴേ നമ്മളതിനെ മറ്റു രീതിയിലാണ് കാണുക. കാരണം നമുക്ക് ഫുക്കറ്റിനെ കുറിച്ചും തായ്ലൻഡിനെ കുറിച്ചൊക്കെ അറിയുള്ളൂ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളതിനെ വളരെ ആക്ഷേപത്തോടെ കാണുക, സ്പാ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. മറിച്ച് ഉരുച്ചിലിനെ കുറിച്ചും തിരുമലിനെ കുറിച്ചും നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. അവിടെയും നമ്മൾ തുണിയിലാണ്ട് ഒരു ലങ്കോട്ടി മാത്രം എടുത്തിട്ട് പോയി കിടക്കുക. നമ്മുടെ ആയുർവേദം മലയാളത്തിൻ്റെതാണെന്നുള്ള പറയാം, നമ്മളിതിൻ്റെയൊക്കെ കൂടെയാണ്. പക്ഷെ നമുക്ക് നഗ്നത എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായ തോന്നല്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്പായെ കുറിച്ചിട്ടുള്ള, എന്താണ് സ്പാ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പാ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കാർക്കും അറിയില്ല. നമ്മൾ അറിയാതെ കമൻ്റ് അടിക്കാം.